നമസ്കാരം. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കുക എന്നത് തീർത്തും അസാധ്യമായ കാര്യമാണ്. മുൻകാലങ്ങളിൽ പരസ്യമായ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. എങ്കിലിപ്പോൾ പരസ്യ തമ്മിലടി കുറവാണ് എന്ന് മാത്രം. എന്നാൽ ഒരു വശത്ത് മുറുമുറുപ്പിന് കുറവില്ല താനും. KPCC പുനഃസംഘടനയിൽ അതൃപ്തിയുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വന്നുവെന്നാണ് പുറത്തുവരുന്ന മാധ്യമ വാർത്തകൾ. ഇന്നലെ MP-മാരിൽ ചിലർ അടക്കം ചടങ്ങിൽ പങ്കെടുത്തില്ല. ഇതിലേക്ക് നയിച്ചത് ഇപ്പോൾ പുറത്തുവരുന്ന തീരുമാനത്തിലെ അതൃപ്തിയാണെന്നാണ് റിപ്പോർട്ടുകൾ. കൂടിയാലോചന ഇല്ലാതെ UDF കൺവീനറെ മാറ്റിയെന്നാണ് ചില നേതാക്കളുടെ വിമർശനം. KC വേണുഗോപാൽ ഇഷ്ടക്കാരെ ഭാരവാഹികളാക്കിയെന്നും പരാതിയുണ്ട്. അതേസമയം ഇത്തരം പരാതികളൊന്നും ഗൗനിക്കാതെ മുന്നോട്ടു പോകാനാണ് ഹൈക്കമാൻഡ് നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്ന കാര്യം. പുതിയതായി നിയമിതരായ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിവരുമായി പുതിയ ടീം ചർച്ച നടത്തും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, UDF കൺവീനർ അടൂർ പ്രകാശ്, മുൻ KPCC പ്രസിഡന്റുമാർ, കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്കാണ് ക്ഷണം. വ്യക്തി കേന്ദ്രീകൃത നേതൃത്വം എന്നതിനേക്കാൾ ഉപരി ഒരു ടീം എന്ന നിലയിലാണ് ഹൈക്കമാൻഡ് പുതിയ നേതൃ സംവിധാനം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായി KPCC വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി തലങ്ങളിലും മാറ്റം വരാം. മുഴുവൻ ഭാരവാഹികളെയും മാറ്റുമോ അതോ കുറച്ചുപേരെ മാത്രം മാറ്റി ഭാഗിക പുനഃസംഘടനയാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. വർക്കിംഗ് പ്രസിഡന്റായി 1 വർഷം തികയും മുമ്പ് TN പ്രതാപനെ മാറ്റിയ സ്ഥിതിക്ക് സമ്പൂർണ്ണ പുനഃസംഘടനയാകും ഉദ്ദേശിക്കുകയെന്ന് കരുതുന്നു. നിലവിൽ 32 ജനറൽ സെക്രട്ടറിമാരും 4 വൈസ് പ്രസിഡന്റുമാരും KPCCക്കുണ്ട്. തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് കൂടുതൽ ഭാരവാഹികളെ നിയമിക്കാനും സാധ്യതയുണ്ട്. ട്രഷറർ സ്ഥാനത്തും ഒഴിവുണ്ട്. പുനഃസംഘടനയ്ക്കുള്ള ഒരു ബ്ലൂ പ്രിന്റ് സംസ്ഥാന നേതൃത്വത്തിന്റെ മനസ്സിലുണ്ട്. അതിന് AICCയുടെ അംഗീകാരം വാങ്ങി മുന്നോട്ടു നീങ്ങാനാണ് സാധ്യത. DCC പ്രസിഡന്റുമാരിലും ഉടനടി മാറ്റത്തിനാണ് സാധ്യത. ഇവരുടെ പ്രവർത്തനം സംബന്ധിച്ച റിപ്പോർട്ട് AICCയുടെ മേശപ്പുറത്തുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിലാണ് സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായി ചുമതലയേറ്റത്. K സുധാകരനിൽ നിന്നാണ് ചുമതല ഏറ്റുവാങ്ങിയത്. സുധാകരനും KC വേണുഗോപാലും VD സതീശനും ചെന്നിത്തലയും ഉൾപ്പെടെ നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. താൻ KPCC അധ്യക്ഷനായിരിക്കുന്ന കാലത്തുണ്ടായ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു സ്ഥാനമൊഴിഞ്ഞ K സുധാകരന്റെ പ്രസംഗം. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത് ഒരു പ്രശ്നമല്ല. പ്രവർത്തകരാണ് എന്റെ കരുത്ത്. CPM-നെതിരെ ഒരു പടക്കുതിരയായി ഞാൻ ഉണ്ടാകുമെന്ന് K സുധാകരൻ പറഞ്ഞു. KPCCക്ക് പുതിയ ഭാരവാഹികൾ എത്തുമ്പോൾ ഭരണമാറ്റം ഉണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് കോൺഗ്രസിന് മുൻപിലുള്ളത്. അതിനുവേണ്ട സംഘടനാ സംവിധാനം ഒരുക്കണമെന്ന നിർദ്ദേശം AICC നൽകിയിട്ടുണ്ട്. ടീമിനെ ശക്തമാക്കാൻ ഏതു തലത്തിൽ ഏതു രീതിയിലുള്ള മാറ്റത്തിനും സണ്ണി ജോസഫിന് നടപടി സ്വീകരിക്കാമെന്ന ക്ലീൻ ഷീറ്റ് AICC നൽകിയിട്ടുണ്ടെന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സ്ഥാനാരോഹണ ചടങ്ങിൽ വ്യക്തമാക്കി.